ഇന്നലെ 4:30 രണ്ട് കുട്ടികൾ ആണ് കാണാതായിരിക്കുന്നത്. ആ രണ്ട് കുട്ടികളുടെ അവരുടെ ആ ഒരു മൃതശരീരം കണ്ടെടുക്കാനുള്ള മാക്സിമം ശ്രമം ഞങ്ങൾ ടീം എമർജൻസിയുടെ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കിടങ്ങൂർ അടുത്തുള്ള ചെക്ക് ഡാമിൽ അവിടെ മൃതദേഹം പൊങ്ങുകയാണ് ചെയ്തത്. ഇത് സിറ്റുവേഷൻ ആയിരുന്നു. അതുപോലെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതിലെ കൂടെ ഭാരമുള്ള എന്തോ സാധനങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നാട്ടുകാരുടെ സംശയം പറയുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്. അടിമാലിയിൽ നിന്നും മുണ്ടക്കയത്തു നിന്നുള്ള സ്വദേശികളാണ്. അവർ വന്നിട്ടുണ്ട്. റെസ്ക്യൂ സംഘടനയായ ടീം എമർജൻസി കേരളയുടെ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് സുഹൈദ് സാർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അപ്പോൾ സാറാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ചെക്ക് ഡാമിന്റെ കാര്യങ്ങളും അന്വേഷണവും തെരച്ചിലൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം തന്നെ നമുക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. സാർ, എങ്ങനെയുണ്ട് തെരച്ചിൽ? എന്തെങ്കിലുമൊക്കെ പ്രോഗ്രസീവ് ആയിട്ട് നടക്കും? ഇന്നലെ 4:30 രണ്ട് കുട്ടികൾ ആണ് കാണാതായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം 6:30-7 മണിയോടുകൂടി വരെ ഞങ്ങൾ തെരച്ചിൽ നടത്തുകയും അതിനുശേഷം വെട്ടം കുറവായതുകൊണ്ട് നിർത്തിവെച്ച് ഇന്ന് രാവിലെ വെളുപ്പിന് 6 മണി മുതൽ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുകയും ഞങ്ങളുടെ ടീം എമർജൻസി കേരളയുടെ ഇരാറ്റുപേട്ടയിലുള്ള 100 കണക്കിന് പ്രവർത്തകർ വന്നിപ്പോൾ ഭരണങ്ങാനത്ത് നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ താഴെയുള്ള ഈ പാലത്തിൽ വന്ന് ഇവിടെ ചെക്ക് ഡാമിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന തടികളും വേസ്റ്റുകളും മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രതീക്ഷ അങ്ങനെയാണ്. ഇപ്പോൾ ഈ ചെക്ക് ഡാമിൽ കാണും, ഈ ബോഡി അവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് പകുതിയോളം ക്ലീനാക്കി അതിനുശേഷം സബ് കളക്ടർ അതുപോലെ ADMന്റെ പാലാ മുനിസിപ്പൽ സെക്രട്ടറി ജൂഹി സാറിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം ഒരു ചെക്ക് ഡാമിൻ്റെ ഒരു ഷട്ടർ തുറക്കാനുള്ള ശ്രമത്തിലാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. എന്താണേലും രണ്ട് കുട്ടികളുടെ അവരുടെ ആ ഒരു മൃതശരീരം കണ്ടെടുക്കാനുള്ള മാക്സിമം ശ്രമം ഞങ്ങൾ ടീം എമർജൻസിയുടെ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചിലരൊക്കെ പറയുന്നത് ചിലപ്പോൾ ഇവിടെ നിന്ന് ഇന്നലെ ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ ബോഡി ചിലപ്പോൾ ഇത് കടന്നു പോയി അങ്ങ് ഏറ്റുമാനൂർ ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇതിനു മുമ്പ് കഴിഞ്ഞ മലവെള്ളപ്പാച്ചിലിൽ ഭരണങ്ങാനത്ത് നിന്ന് പോയ ഇതേ സ്ഥലത്ത് നിന്നും ഒഴുകിപ്പോയ ഒരു വിദ്യാർത്ഥിനിയുടെ ഒരു 12 വയസ്സുള്ള വിദ്യാർത്ഥിനിയുടെ ബോഡി ഇതുപോലെ തന്നെ ഞങ്ങൾ ഇതുപോലെ മൊത്തം സെർച്ച് ചെയ്യുകയും ലാസ്റ്റ് പിറ്റേ ദിവസം അത് ഈ കിടങ്ങൂർ അടുത്തുള്ള ചെക്ക് ഡാമിൽ അവിടെ മൃതദേഹം പൊങ്ങുകയാണ് ചെയ്തത്. ഇത് സിറ്റുവേഷൻ ആയിരുന്നു. അതുപോലെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നാട്ടുകാർ പറയുന്നത് ഇന്നലെ ഇവിടെ ഈ ചെക്ക് ഡാമിൻ്റെ വലതുവശത്തുള്ള ഒരു വല കെട്ടിയിരുന്നതും ആ വല ഭാരമുള്ള എന്തോ വന്ന് തട്ടുകയും ആ വല രണ്ടായി മറിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം വല ഉടക്കി കിടക്കുന്നത് കൊണ്ട് അതിലെ കൂടെ ഭാരമുള്ള എന്തോ സാധനങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നാട്ടുകാരുടെ സംശയം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഇവിടെ നടന്നില്ലെങ്കിൽ വീണ്ടും ഇതിൻ്റെ താഴേക്ക് ഞങ്ങൾ തെരച്ചിൽ തുടരാനുള്ള പദ്ധതിയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നാട്ടുകാരുടെ സഹകരണവും എല്ലാം കൃത്യമായി തന്നെ ലഭിക്കുന്നുണ്ട്? ഉണ്ട്. തീർച്ചയായും നാട്ടുകാരുണ്ട്. അവരുടെ ഈ മരിച്ചുപോയ എന്ന് പറയപ്പെടുന്ന ഈ വിദ്യാർത്ഥികളുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്. അടിമാലിയിൽ നിന്നും മുണ്ടക്കയത്തു നിന്നുള്ള സ്വദേശികളാണ്. അവർ വന്നിട്ടുണ്ട്. അവരുടെയും അതുപോലെ നാട്ടിലുള്ള ഇവിടെ പാലാ നഗരസഭയുടെയും അതുപോലെയുള്ള ആളുകളുടെ എല്ലാം പൂർണ്ണമായ സഹകരണം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്.